കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ശാബ സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുക എന്നുള്ളതായ മനോഹരമായ പാഠമാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഏറ്റവും ഒടുവിലത്തെ പാഠമായ 13ാമത്തെ പാഠമാണ്. അതിൻ്റെ തലക്കെട്ട് സ്വർഗത്തിലേക്ക് എന്നുള്ളതായ പാഠമാണ്. നാം ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ ഈ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യും. പാസ്റ്റർ മഹേഷ് ഇന്ന് ഈ പാഠം ചർച്ച ചെയ്യുവാൻ ഞങ്ങളോടൊപ്പം കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ പാസ്റ്റർ രാജു ജോസഫ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും. സ്വർഗത്തിലേക്ക് അഥവാ നിത്യതയിലേക്ക് എന്നുള്ളതായ ഈ പാഠം നാം ചർച്ച ചെയ്യുമ്പോൾ നാം ഈ കഴിഞ്ഞ 12 പാഠങ്ങളും പഠിച്ചത് കർത്താവ് യേശു ക്രിസ്തുവുമായ ബന്ധത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം എപ്രകാരം കെട്ടിപ്പടുക്കാം, എപ്രകാരം നയിക്കാം, ഈ ലോകത്തിൽ നമുക്ക് എങ്ങനെ വിശ്വാസമുള്ളവരായി ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആയിരുന്നു. എന്നാൽ ഇന്നത്തെ പാഠം നാം ദൈവവുമായി നിത്യത എപ്രകാരമാണ് പങ്കിടാൻ പോകുന്നത്, ആ നിത്യതയ്ക്ക് കാരണമായിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ നാം അഭിമുഖമായി കാണുമ്പോൾ നമ്മുടെ ചിന്തകൾ എന്തായിരിക്കും, നമ്മുടെ അനുഭവങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. അതിപ്രകാരം പറയുന്നു: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്ന് നാം അറിയുന്നു. പാസ്റ്റർ മഹേഷ്, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നാം നോക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്താണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവ് യേശു ക്രിസ്തു തന്നെ ശ്രമിച്ചതായിട്ടുള്ള ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എപ്രകാരമായിരിക്കും, അല്ലെങ്കിൽ ആ വരവിന് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. ആ 24-ാം അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ആ യെരുശലേം ദേവാലയത്തിൻ്റെ പണി ശിഷ്യന്മാർ വിവരിക്കുന്ന സമയത്ത് ക്രിസ്തു പറയുന്നു, കല്ലിന്മീതെ കല്ല് ശേഷിക്കാതെ ഈ ആലയം ഇവിടെ നിന്നും തകർക്കപ്പെടും എന്ന്, അത് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുമെന്ന്. അപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിൽ ഒരു ആശയം ഉളച്ചിട്ട് കർത്താവ് യേശു ക്രിസ്തു ഒലിവുമലയിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന്. അപ്പോൾ ക്രിസ്തു നിരവധി കാര്യങ്ങൾ അവിടെ അക്കമിട്ട് ഇങ്ങനെ പറയുന്നു. ഒന്നാമതായിട്ട് പറയുന്നു, ആരും നിങ്ങളെ തെറ്റിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് അന്ത്യനാളുകളിൽ വരും. ഇന്ന് നമ്മൾ ലോകത്തേക്ക് നോക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. ക്രിസ്തു എന്ന് പേരെടുത്ത് അനേകം പേര് വരുന്നതായിട്ടും കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും ഈ ലോകത്ത് അനവധിയായി പ്രവർത്തിക്കുന്നതായിട്ടൊക്കെയും വാർത്താമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് ക്രിസ്തു പറയുകയാണ്, യുദ്ധങ്ങളുണ്ടാകും, ക്ഷാമങ്ങളുണ്ടാകും, ഭൂകമ്പങ്ങളുണ്ടാകും, ജാതിയോടും രാജ്യത്തോടും ഒക്കെയും എതിർക്കുമെന്ന്. ഇന്ന് ലോകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് യുദ്ധങ്ങളെ കാണുവാൻ സാധിക്കാം. ഉദാഹരണത്തിന് പാലസ്തീൻ, അതുപോലെ ഇസ്രയേൽ ദേശങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ, യുക്രൈൻ, റഷ്യയിൽ നടക്കുന്നതായിട്ടുള്ള യുദ്ധങ്ങൾ. അപ്പോൾ ഇങ്ങനെ നിരവധി യുദ്ധങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ക്ഷാമങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. വികസ്വര രാജ്യങ്ങളിൽ, ആഫ്രിക്ക, ഏഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ഇന്നും ക്ഷാമങ്ങൾ ഉണ്ട് എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ ഭൂകമ്പങ്ങൾ, അവിടെ ഓരോ വർഷത്തിലും എത്ര ഭൂകമ്പങ്ങളാണ് രേഖപ്പെടുത്തുന്നതെന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയും വിളിച്ചോതുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. അതുപോലെ ക്രിസ്തു പറയുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന്. ഇന്ന് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് വാർത്താമാധ്യമങ്ങളിലൂടെ നമുക്ക് ചുറ്റും കാണുന്നത് ഇതുപോലെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ. അധർമ്മം ഏറ്റവും അധികം പെരുകിയിരിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം. ഇന്ന് നമ്മൾ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തിരുവചനം പറയുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അന്ത്യനാളുകൾ അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഈ വാർത്തകളൊക്കെയും നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന്. പാസ്റ്റർ, ഈ ഭൗമശാസ്ത്രപരമായ ധാരാളം മാറ്റങ്ങളും ചലനങ്ങളും ഒക്കെ നാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് 80-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളോട് നമുക്ക് എങ്ങനെ യോജിക്കുവാനും അത് ദൈവനിർണയമാണ് എന്ന് മനസ്സിലാക്കുവാനും സാധിക്കും? 80-ാം സങ്കീർത്തനം പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ജനവും ദൈവീയ ചുറ്റുപാടുകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എഫ്രൈം, അഥവാ ബെന്യാമിൻ, മനേശ
എന്നീ ഗോത്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതൊരു രാജ്യമായിട്ട് നാം കാണുകയാണെങ്കിൽ അവിടെ ദൈവമക്കൾക്കുണ്ടാകുന്നതായ വീഴ്ചകൾ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ പറയുകയാണ്, അവർ ദൈവജനമാണ് എന്നുള്ളപ്പോൾ തന്നെ ദൈവത്തെ മറന്നു കളയുക, ദൈവീയമാകുന്ന ചിന്തകളിൽ നിന്ന് അകന്ന് ജീവിക്കുക. അവർ പുറം ജാതികളെ പോലെയല്ല, മറ്റുള്ളവരെ പോലെ ദൈവീകമാകുന്നതായ ആ അനുഭവം അവർക്ക് നഷ്ടപ്പെടുമ്പോൾ ജാതികളെ പോലെ ആയിത്തീരുകയല്ലേ. നമുക്കും നമ്മുടെ ജീവിതത്തിൽ നാം ഓർത്ത് നോക്കി, നാം ദൈവമക്കളായിത്തീരുകയും നാം ലോകത്തിന് അനുരൂപരായി ജീവിക്കുകയും ചെയ്താൽ നമ്മളും ജാതികരുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? ഇല്ല. ലോകരുമായിട്ട് നാം ഈടാർന്ന് ബന്ധപ്പെട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അവർ ദൈവത്തോട് ഒരു നല്ല കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാണ്, നിങ്ങൾ മടങ്ങി ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നാം ഓരോരുത്തരും ഈ സാഹചര്യങ്ങളിൽ, പാസ്റ്റർ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് അന്ത്യനാളിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ഇന്നത്തെ ജനം നമ്മൾ ഈ ഭൂമിശാസ്ത്രപരമായിട്ട് പറയുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മൾ ദൈവമക്കളെന്നുള്ള നിലയിൽ ബന്ധപ്പെടുമ്പോഴത്തേനും ഇന്നത്തെ ലോകത്തിലുള്ളത് ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ആരാ ഉള്ളത്? ക്രിസ്തുവിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് ഉള്ളത്. ഈ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമായി മറ്റ് ഇതര മതങ്ങളുള്ളൂ. ഈ ക്രിസ്ത്യാനികൾ ഇത്രയും ഉണ്ടായിട്ട് അവർക്കാർക്കും ക്രിസ്തുവിനെക്കുറിച്ച് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരെത്ര പേര് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥമായി, നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോഴും ക്രിസ്ത്യാനി എന്ന് നാമകരണം നമ്മൾ വഹിക്കുമ്പോഴും ഓർത്തിരിക്കേണ്ടത്, യഥാർത്ഥമായിട്ട് ഒരു ക്രിസ്തീയ ജീവിതമാണോ അവർ നയിക്കുന്നത്? ഒരിക്കലുമല്ല. അവരെല്ലാവരും നയിക്കുന്നത് അവരുടേതായ വിശ്വാസ സംഹിതകൾ അവരാൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ട് അതിനനുശാസിച്ച് മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ദൈവവചനം മാത്രമാണ് നമ്മുടെ ശക്തിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായിട്ട് ദൈവകൽപ്പന യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് ജീവിക്കുമ്പോൾ ആ ഒരു പാന്താവിലായിരിക്കണം നാം ഏത് അവസ്ഥയിലും ഏത് സ്ഥലത്തായിരുന്നാലും ദൈവത്തെ ആരാധിക്കണം. കർത്താവിൻ്റെ വരവ് താമസിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ നടപ്പ് അഥവാ ദുർനടപ്പ് ഇനിയും വർദ്ധിക്കും. നാം വളരെ ജാഗരൂകരായിരിക്കേണ്ട ഒരു സമയമാണ്. നമുക്ക് ചെറിയൊരു ഇടവേള സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, ഈ പ്രതിസന്ധി നിറഞ്ഞതായ ഈ കാലഘട്ടത്തിലും യഹോവ തൻ്റെ മുഖപ്രകാശം നിൻ്റെ മേൽ പ്രകാശിക്കുമാറാകട്ടെ എന്ന് പറയുന്നതിൽ നമുക്ക് എങ്ങനെ ആശ്വാസം കണ്ടെത്തുവാൻ, ദൈവത്തിൻ്റെ പ്രകാശം ധരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നടക്കുവാൻ സാധിക്കും? ഇവിടെ കർത്താവ് യേശുക്രിസ്തു നൽകുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നൽകുന്ന ശക്തമായ ഒരു വാക്തത്വമാണ് ദൈവം തിരുമുഖം നമ്മളിൽ വെച്ച് പ്രകാശിക്കുമാറാകട്ടെ എന്ന് പറയുന്നത്. അതൊരു അനുഗ്രഹം കൂടിയാണ്. ദൈവം തിരുമുഖം നമ്മളിൽ വെച്ച് പ്രകാശിക്കുക. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്, അതുപോലെ നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമാകണം. ക്രിസ്തു ആകുന്ന വലിയ വെളിച്ചത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമാകണമെന്നാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവം തിരുമുഖം നമ്മളിൽ പ്രകാശിക്കുന്നതിനെ കുറിച്ച് ഗ്രന്ഥകർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നും നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ ദൈവത്തിൻ്റെ ഉയർച്ചയുള്ള ശരീരത്തോട് ദൈവം അനുരൂപമാക്കി തീർക്കും എന്നും അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. അതായത് ദൈവം തിരുമുഖം നമ്മളിൽ പ്രകാശിക്കുമാറാക്കുന്നത് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ നിത്യതയിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളെ ചേർക്കുമ്പോൾ ഉയർച്ചയുള്ള ശരീരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ശരീരത്തോട് അനുരൂപമാക്കി നമ്മളെ തേജോമയന്മാരാക്കി മാറ്റും എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാസ്റ്റർ രാജു, ദൈവത്തിൻ്റെ ഇത്രമാത്രം അപ്രമാദിത്വം നമ്മുടെ മേൽ ഉണ്ടായിട്ടും നാം പാപികളായിട്ടും പാപം നിറഞ്ഞവരായിട്ടും സങ്കോചിത മനോഭാവത്തോടും കൂടെയൊക്കെ നാം ജീവിക്കുന്നതായ ഒരു അവസ്ഥയാണ് നമുക്ക് ഉള്ളത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനോട് അടുത്തു വരുന്നതായ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ദൈവമക്കളാകുന്ന ആളുകൾക്കൊരു മഹത്വ പ്രത്യക്ഷതയാണ് നാം കാത്തിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആ ഇറങ്ങി വരവിനെ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇവിടെ പറയുന്ന ആരാണ്? ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇന്ന് ദൈവമക്കളായിട്ട് ദൈവത്തിൻ്റെ വഴിയിൽ ജീവിച്ച് അന്ത്യവിശ്രമം കൊള്ളുന്നതായ
എല്ലാ വിശുദ്ധന്മാരെയും ദൈവം ആദ്യമേ തന്നെ ചേർക്കപ്പെടുന്നവരുടെ ഗണത്തിലാക്കി തീർക്കുന്നു. പിന്നീട് പറയുന്നത് 17-ാമത്തെ വാക്യം പറയുന്നത്, പിന്നെ ജീവനോടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരം പ്രാപിച്ച്. അവിടെ നമ്മളൊരു ചെറിയൊരു കറക്ഷൻ വേണം മറ്റുള്ളവരെക്കാളും. എന്താണെന്ന് വെച്ചാൽ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രൂപാന്തരം പ്രാപിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ക്രിസ്തുവിൽ ജീവിച്ചില്ലെങ്കിലോ നമുക്കൊരിക്കലും രൂപാന്തരം പ്രാപിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരണം. ക്രിസ്തുവാണ് നമ്മുടെ എല്ലാവരുടെയും. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ഒട്ടനവധിയായ കഷ്ടതകളുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പാസ്റ്റർ മഹേഷ്, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ മറ്റൊരു കാര്യം പറയുന്നു. ഒരു ഉപമ എന്ന വണ്ണം കർത്താവ് യേശു ക്രിസ്തു ഒരു കാര്യം പറയും. എന്താണ് അവിടെ പ്രതിപാദിക്കുന്നത്? ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, പുതിയ യെരൂശലേം എന്ന് പറയുന്ന യെരൂശലേം ദേവാലയം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് വെളിപാടുകാരനായ യോഹന്നാൻ കാണുന്നു. ആ പുതിയ യെരൂശലേമിനെ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ കുഞ്ഞാടായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കാന്ത, അല്ലെങ്കിൽ കുഞ്ഞാടായിരിക്കുന്ന ക്രിസ്തുവാകുന്ന കാന്ത ഈ സ്വർഗത്തിൽ നിന്നും തൻ്റെ വിശുദ്ധന്മാരെ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ടുള്ള അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ ചേർത്ത് സ്വർഗത്തിലാക്കിയതിന് ശേഷം 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് 20-ാം അധ്യായം പറയുന്നു. അതിനുശേഷം 21-ാം അധ്യായത്തിൽ ഈ ലോകത്തിലെ ദുഷ്ടന്മാരെ വിധിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു ഇറങ്ങി വരുന്നത്. ആ ഇറങ്ങി വരുന്ന സമയത്ത് കുഞ്ഞാടായിരിക്കുന്ന കാന്തയായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ഈ യെരൂശലേം എന്ന് പറയുന്ന പുതിയ നഗരവുമായിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നത് ഈ ദുഷ്ടന്മാരെ ഒക്കെയും നശിപ്പിച്ച്, 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഈ ദുഷ്ടന്മാരെ ഒക്കെയും നശിപ്പിച്ച് ദൈവം പുനഃസ്ഥാപിക്കുവാനിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഉപമ രൂപേണ പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ കല്യാണ സദ്യയ്ക്ക് ഒടുവിൽ ന്യായാധിപതിയായിരിക്കുന്ന ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു വേഗം വരും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കർത്താവ് യേശു ക്രിസ്തു നമ്മെ സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ സ്വർഗം എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് ഇപ്പോൾ വിവരിക്കാൻ സാധ്യമാണ്? കർത്താവായ യേശു ക്രിസ്തു വരുമ്പോഴും മഹത്വ പ്രത്യക്ഷതയിൽ നമ്മെ എല്ലാവരും ചേർക്കപ്പെടുകയും ചെയ്യുന്ന നാളിൽ നാം ഓരോരുത്തരും സ്വർഗത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്നതായ ഈ അവസ്ഥാവിശേഷം മാറും. ഈ ഭൂമി മാറുന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്നു. ഈ ഭൂമി ഒരു പുസ്തകച്ചുരുൾ പോലെ മാറ്റപ്പെടുന്നു. എന്നാൽ ദൈവം ഉണ്ടാക്കുന്നത്, വെളിപാടുകാരൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വച്ഛസ്ഫടിക തുല്യമായിട്ടുള്ളതായ സ്വർണ്ണവീഥികളുള്ളതായ വലിയ ഒരു നഗരം തന്നെ ഉണ്ടാക്കുന്നു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് വിലയിരുത്തുവാൻ നമുക്ക് സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ള ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്തുവാൻ പറ്റുകയുള്ളൂ. പക്ഷേ അത് ദൈവത്തിൽ മാത്രം അധിഷ്ഠിതമായിരിക്കുന്നു. വചനം പറയുന്നത് ദൈവം തന്റെ മക്കൾക്കായി കരുതിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും മനസ്സിൽ തോന്നിയിട്ടുമില്ല എന്നാണ്. അത്രയും മഹത്വകരമായ കാര്യമാണ് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. പാസ്റ്റർ മഹേഷ്, നാം നിത്യത ആഗ്രഹിക്കുന്നവരാണ്. നിത്യതയിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ചിലർ ഭൂമിയിൽ ലഭിക്കാത്തതെല്ലാം സ്വർഗത്തിൽ ലഭിക്കും എന്ന ഒരു ഉപദേശമുണ്ട്. ഇവിടെ ചെയ്യാൻ കഴിയാത്തതായ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാം എന്ന ഒരു ചിന്തയുണ്ട്. വാസ്തവത്തിൽ ദൈവമക്കൾ എന്താണ് സ്വർഗത്തിൽ നാം ആഗ്രഹിക്കുന്നത്? ഇവിടെ നിത്യതയിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടതിൻ്റെ കാര്യത്തെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തിലും അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലും പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമതായിട്ട് ദൈവം പറയുന്നത്, നിത്യതയിൽ നമുക്ക് ആഗ്രഹിക്കുവാനുള്ള ഒരു കാര്യം, ഇനി മരണമുണ്ടാകുകയില്ല. ദൈവം ഒടുക്കത്തെ ശത്രുവാകുന്ന മരണത്തെ നീക്കിക്കളയുമെന്ന് തിരുവചനം പറയുന്നു. അതുപോലെ പിന്നെ ദൈവം പറയുന്നു, നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊക്കെയും തുടച്ച് കളയുമെന്ന് തിരുവചനം പറയുന്നു. പിന്നെ പറയുന്നു, നമ്മുടെ നിന്ന നീക്കിക്കളയുമെന്നും തിരുവചനം പറയുന്നു. ഈ 3 കാര്യങ്ങളാണ് യെശയ്യാ പ്രവചനത്തിലും അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലും ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിത്യതയിൽ നമുക്ക് പ്രത്യാശിക്കാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, 1, ഇനി മരണം ഉണ്ടാവുകയില്ല. 2, മുറവിളിയും കഷ്ടതയും ഒന്നും ഉണ്ടാകുകയില്ല. ദൈവം നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊക്കെയും തുടച്ചു കളയും. വേദനയോ അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ നിന്ന ദൈവം നീക്കിക്കളയും, അല്ലെങ്കിൽ എന്നേക്കുമായി ദൈവം നീക്കിക്കളയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളായിരിക്കണം നമ്മൾ ആ സ്വർഗത്തിൽ പ്രത്യാശിക്കുവാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുവാൻ. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ആഗ്രഹിക്കുവാനില്ല എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ക്രിസ്തീയ പൈതലിന്, ദൈവത്തിൻ്റെ മകന് മകൾക്ക് കർത്താവ് യേശു ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ ഉള്ളതായ ആഗ്രഹം മാത്രമാണ് നമുക്ക് വേണ്ടിയത്.
അവിടെ എന്തൊക്കെ ലഭിക്കും എന്തൊക്കെ ലഭിക്കില്ല എന്നുള്ളതായ ചിന്ത നമുക്ക് അനിവാര്യമല്ല. കാരണം ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാം അവിടെ കരുതിയിട്ടുണ്ട്. ദൈവത്തെ അറിയുകയും ദൈവത്തോടു കൂടെ വസിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പദവി. ആ ക്രിസ്തു നമ്മുടെ കൂടെ യുഗായുഗമായി വസിക്കുകയും ക്രിസ്തു തന്നെ നമ്മുടെ ദൈവമായും നമ്മുടെ വെളിച്ചമായും കൂടെ ഇരിക്കും എന്നുള്ളത് ഏവരെയും ആശ്വസിപ്പിക്കുന്നതായ ഒരു പ്രത്യാശയാണ്. ആ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ രാജു, ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം സ്വർഗത്തിൽ അഥവാ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ കുഞ്ഞാട് പോകുന്ന ഇടത്തിലൊക്കെയും നാം പോവുകയും കുഞ്ഞാടിനോട് കൂടെ നമ്മുടെ ജീവിതം ആയിരിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. എങ്ങനെയാണ് നാം കുഞ്ഞാടിനോട് കൂടെ സഞ്ചരിക്കുകയും എന്തുകൊണ്ടാണ് നാം കുഞ്ഞാടിനോട് കൂടെ സഞ്ചരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുമ്പോൾ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വേണ്ടി വീണ്ടെടുപ്പിൻ വില നൽകിയ വ്യക്തിത്വം എന്നുള്ള നിലയിലാണ്. സ്വർഗത്തിൽ നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എങ്ങനെ ആയിരിക്കണം? ഇവിടെയും നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ക്രിസ്തു നയിക്കപ്പെട്ടതുപോലെ തന്നെ നാം ഇവിടെ ജീവിക്കുമ്പോൾ മാത്രമേ സ്വർഗത്തിൽ നമുക്ക് ക്രിസ്തുവിനോടൊപ്പമായി തീരുവാൻ സാധ്യമാകുകയുള്ളൂ. നമ്മുടെ ജീവിതം ക്രിസ്തുവിനോടൊപ്പമായി തീരണമെങ്കിൽ നമുക്കൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സാധ്യമാകുന്നൊരു കാര്യമല്ല. കാരണം വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് ജീവിക്കണം. അത് ജീവിക്കുന്നത് ഈ കാലയളവിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 14:12 പറയുന്നത്, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. സഹിഷ്ണുതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും ഉള്ളതായൊരു മനോഭാവം, അതാണ് സഹിഷ്ണുത. ആ സഹിഷ്ണുത ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് ഇവിടെ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമായിട്ട് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്, ദൈവകൽപ്പനയ്ക്കനുസൃതമായി ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നതോടൊപ്പം തന്നെ യേശുവിലുള്ള വിശ്വാസം അത് മുറുകെ പിടിക്കണം. ഇന്ന് പലർക്കും ഈ ഭൂമുഖത്ത് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത്, പലർക്കും യേശുക്രിസ്തു ഉണ്ട്, പക്ഷേ അവർക്ക് ദൈവത്തിൻ്റെ കൽപ്പനയില്ല. അവർ പറയുന്നത് ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അനുയായികളാണെന്ന് പറഞ്ഞാൽ അവരെ ഒരിക്കലും ദൈവം അംഗീകരിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവകൽപ്പനയ്ക്കനുസൃതമായി യേശുവിനെ പിൻപറ്റുന്ന അനുഭവം നമുക്കുണ്ടാകണം. കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചതുപോലെ നാം ദൈവകൽപ്പന അനുസരിക്കണം എന്ന് ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നു. പാസ്റ്റർ മഹേഷ്, കർത്താവ് യേശു ക്രിസ്തു നമ്മെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ നാം ആ ക്ഷണത്തെ എപ്രകാരമാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇവിടെ സ്വർഗത്തിലെ ദൈവം കർത്താവ് യേശു ക്രിസ്തു നമ്മെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. കാരണം 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അവിടെ കറക്റ്റായിട്ട് പറയുന്നു എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ വരവ് താമസിക്കുന്നത് എന്ന്. തിരുവചനം പറയുന്നു, എല്ലാവരും രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ വരവ് താമസിക്കുന്നില്ല. എല്ലാവരെയും സ്വർഗരാജ്യത്തിന് വേണം എന്ന് കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ വരവ് താമസിക്കുന്നത് തന്നെ. പക്ഷേ ഇന്ന് ആ ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് ലോകത്ത് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന 3 മനോഭാവങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. തിരുവചനം തന്നെ അത് പറയുന്നു. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നു, ചിലർ പരിഹാസികൾ ചോദിക്കുന്നു, അവൻ്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെ എന്ന് ചോദിച്ച്. പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച ശേഷവും ആ ക്രിസ്തുവിൻ്റെ ആ ലോകം അതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹാസികൾ എഴുന്നേൽക്കുമെന്ന് തിരുവചനം പറയുന്നു. ഇന്ന് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും ഈ ലോകത്തിൻ്റെ മനോഭാവം അപ്രകാരമാണ്. ക്രിസ്തു ഇതാ വേഗം വരുന്നു, ക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളൊക്കെയും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും പരിഹാസികൾ പരിഹാസത്തോടെ പറയുന്നു, അവൻ്റെ വാക്തത്വത്തിൻ്റെ പ്രത്യക്ഷത എവിടെ, അത് സംഭവിക്കുകയില്ല എന്ന് ചിന്തിച്ച് ലോകത്തിലുള്ളവരായിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നാമമാത്രമായിരിക്കുന്ന ക്രിസ്ത്യാനികൾ ആ ക്രിസ്തുവിൻ്റെ വരവ് എന്നെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞ് ഒരുക്കമില്ലാതിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 48-49 വാക്യങ്ങളിൽ ക്രിസ്തു തന്നെ ഒരു ഉപമ പറയുന്നു. ക്രിസ്തുവിൻ്റെ വരവ് താമസിക്കുന്നു, അല്ലെങ്കിൽ യജമാനൻ വരുന്നത് താമസിച്ച് കൂട്ടുദാസന്മാരെ അടിക്കുകയും ഉപദ്രവിക്കുകയും
ലോകപരമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കൂട്ടരെക്കുറിച്ച്. അപ്പോൾ ലോകത്തിൻ്റെ മനോഭാവം ക്രിസ്തുവിൻ്റെ വരവ് താമസിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. ഈ നാമമാത്ര ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ വരവിന് ക്രിസ്തു നമ്മെ ക്ഷണിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നമ്മുടെ മനോഭാവം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ കർത്താവേ വേഗം വരേണമേ എന്ന്. കർത്താവ് യേശുക്രിസ്തു നമ്മളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ക്രിസ്തു ഇതാ വേഗം വരുന്നു, ബിഹോൾഡ് ഐ ആം കമ്മിങ് സൂൺ, ഞാൻ വളരെ വേഗത്തിൽ വരുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനോഭാവം അല്ലെങ്കിൽ നമ്മൾ ആ ക്ഷണത്തോട് പ്രതികരിക്കേണ്ടത് ആമേൻ കർത്താവേ വേഗം വരേണമേ എന്നുള്ളതാണ്. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നു എന്ന് നാം വേദപുസ്തകത്തിൻ്റെ എല്ലാ താളുകളിലും കാണുന്നതായ ഒരു വസ്തുതയാണ്. നമ്മുടെ പൂർവികന്മാർ യേശു ക്രിസ്തു വേഗം വരുന്നു എന്ന് പ്രസംഗിച്ചു. നാം അത് പ്രസംഗിക്കുന്നു. നമ്മുടെ അടുത്ത തലമുറയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ വേഗം വരുന്നു എന്ന് പറയുന്നത് എത്രമാത്രം വേഗത്തിൽ കർത്താവ് യേശു ക്രിസ്തു വരും? കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ജനമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് നമ്മളെ അറിയപ്പെടുന്നത് അഡ്വൻറ്റുകളെന്നാണ്, പുനരാഗമന കാംക്ഷികൾ. കർത്താവ് യേശുക്രിസ്തു ഈ മാത്രയിൽ വന്നാൽ ആ കർത്താവിനോടൊപ്പം പോകുവാൻ ഒരുക്കപ്പെട്ടവരായിട്ടാണ് ഞാനും നിങ്ങളും അറിയപ്പെടുന്നത്. പക്ഷേ അതിൻ്റേതായ ഒരു പൂർണ്ണത നമുക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് സാക്ഷീകരിക്കുന്നവൻ അതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ കർത്താവ് യേശുവെ വേഗം വരേണമേ എന്ന് വെളിപാട് 22:20 പറയുകയാണ്. അപ്പോൾ കർത്താവ് എത്രയും വേഗം വരും. പിന്നെന്താണ് കർത്താവ് വരാൻ താമസിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ തന്നെ എന്താണെന്ന് അറിയാമോ? നാം ഇന്ന് ദൈവത്തിൻ്റെ വേല എല്ലായിടവും എത്തിക്കപ്പെട്ടിട്ടില്ല. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടണം. അപ്പോൾ അവസാനം സംഭവിക്കും. ഇന്ന് അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും യത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആ വേല ത്വരിതഗതിയിലാക്കുമ്പോൾ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കാലയളവിൽ തന്നെ കർത്താവ് വരണം എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് മുൻപോട്ട് ജീവിക്കാം. കർത്താവ് വേഗം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പാഠം ഇവിടെ പൂർണ്ണമാകുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി എല്ലാവരും ഒരുങ്ങുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, കർത്താവ് ഈ ഭൂമിയിൽ ഞങ്ങളെ അങ്ങയുടെ രാജ്യത്തിലേക്ക് ആക്കുവാൻ കടന്നു വന്നതുപോലെ വീണ്ടും അങ്ങ് ഞങ്ങളെ ചേർക്കുവാൻ കടന്നു വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ആ നിത്യരാജ്യത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് ഏവർക്കും അവസരം നൽകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തു വേഗം വരും. നമ്മുടെ കാത്തിരിപ്പ് ദീർഘമായി പോവുകയില്ല എന്ന് നമുക്ക് ചുറ്റും നടക്കുന്നതായ സംഭവ വികാസങ്ങൾ നമ്മെ ചൂണ്ടിക്കാണിക്കും. അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മെ ഇവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.